സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മന്തിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ? സിമ്പിളാണ്. എൻ്റെതായ ഒരു സ്റ്റൈലിൽ ഞാൻ വെച്ചൊരു ചിക്കൻ മന്തിയായിരുന്നു. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് എങ്ങനെയാണ് റെസിപ്പിയിലോട്ട് പോകാം. സോ ഞാനിവിടെ എടുത്തേക്കുന്നത് ദാവത്തിൻ്റെ എക്സ്ട്രാ ലോങ് ബസ്മതി റൈസാണ്. സോ ഇതിൽ വെക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. സോ ഞാനൊരു 3 കപ്പോളം ബസ്മതി റൈസ് ഒരു 1.5 അവറോളം സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് എക്സ്ട്രാ ലോങ് ആണ്. സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ചുമ്മാ ഇതിന് വേവിച്ച് കഴിക്കാനായിട്ടായാലും ഈ ഒരു ബസ്മതി റൈസ് ഭയങ്കര ടേസ്റ്റിയാണ്. സോ ഈ ഒരു ബസ്മതി റൈസിനെ ഞാൻ വെള്ളമെല്ലാം വീത്തി 1.5 അവറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, നല്ലോണം കഴുകി വൃത്തിയാക്കി 1 അവറോളം ഞാൻ ഇതിനെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് അവിടെ ഇരിക്കട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലോട്ട് പോവാം. സോ 1 അവറോളം അത് അവിടെ റെസ്റ്റ് ആയിട്ടിരുന്നോളും. ഇനി ചിക്കന് ഒരു കോഴി ഫുള്ള് നല്ലോണം കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ അതിലെല്ലാം ഞാൻ ചെറിയ എന്താണ് കുറച്ച് ആവശ്യത്തിനൊരു ലോങ് പീസ് തന്നെയാണ്. ഇനി ഏത് പോട്ടിലാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, സോ അതിൽ തന്നെയാണ് ഞാൻ മസാലകളെല്ലാം കൂടെ ഒരുമിച്ച് പുരട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഞാനൊരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. സോ അതിലോട്ട് ഓരോ ചിക്കനും ഞാനിങ്ങനെ വരിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാം തന്നെ ലോങ് പീസസ് ആണ്. എല്ലാത്തിലും ഞാൻ നല്ലോണം വരഞ്ഞിട്ടുമുണ്ട്. സോ എല്ലാം ഒന്ന് അടുക്കി പറക്കി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇൻഗ്രീഡിയൻസിൽ പോവാം. ഒരു 2 വലിയ ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. സോ 2 ക്യാപ്സിക്കം. ഇനി സവാള ഓപ്ഷനാണ് കേട്ടോ. ചിലവർ മന്തിയിൽ സവാള ചേർക്കുന്നുണ്ട്, ചിലവർ ചേർക്കുന്നില്ല. എനിവേ ഞാൻ ഒരു ചെറിയ സവാള മാത്രമേ കുനുകുന അരിഞ്ഞ് ചേർത്തിട്ടുള്ളൂ. ഇനി വേണ്ടത് എല്ലാം തന്നെ നമ്മളെന്താണ് ഫുൾ ഇതായിട്ടാണ് ഇടേണ്ടത്. പിന്നെ മല്ലിയില നമ്മൾ ആവശ്യത്തിന് ഒരു സെറ്റ് മല്ലിയില ഇടുന്നുണ്ട്. പിന്നെ അതേ സെയിം പോലെ തന്നെ പുതിനയും അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ മല്ലിയായി, പുതിനയായി, ക്യാപ്സിക്കമായി, സവാളയായി. ഇനി അടുത്ത് പരിപാടിയിലോട്ട് പോവാം. ഇത് എന്താ, അടുത്ത് കുറച്ച് മല്ലി ചേർക്കുക. ഓക്കെ, മല്ലി നമ്മുടെ ആവശ്യം, മല്ലി പൊടി എടുക്കാം, അല്ലാതെ എടുക്കാം. ഞാൻ ഫുള്ള് പച്ചക്കാണ് എടുത്തേക്കുന്നത്, ഡ്രോ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഗരം മസാല, ഒരു സ്പൂണോളം ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വലിയ കഷ്ണം മാഗി ക്യൂബ്, ഒരു ഉണക്ക നാരങ്ങ, പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, കുറച്ച് ലെമൺ ജ്യൂസും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ വിത്തേണ്ടതാണ്. നെക്സ്റ്റ് സൺഫ്ലവർ ഓയിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നല്ലോണം എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്തെടുക്കാം. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം പറഞ്ഞു, എന്താണ് നമ്മുടെ കാശ്മീരി ചില്ലി, അത് ഞാൻ രണ്ടാമത് ആഡ് ചെയ്തത്. സോ കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 3 അല്ലെങ്കിൽ 4 അവേഴ്സോളം നല്ലോണം ഇതിനെ റെസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഫ്രിഡ്ജിൽ നല്ല രീതിയിൽ അടച്ച് ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂറോളമെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. സോ അത് അവിടെ ഇരുന്ന് റെസ്റ്റ് ആയിക്കോട്ടെ അല്ലേ. എല്ലാം തന്നെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ എനിക്ക് വേണമെന്ന് തോന്നിയുണ്ട്, ഞാൻ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ വിത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെസ്റ്റ് ചെയ്ത് വെച്ച് പറക്കിയെടുത്ത് അടച്ചൊക്കെ വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇരുന്ന് അതും റെസ്റ്റ് ആവും. പിന്നെ ആഫ്റ്റർ 4 അവേഴ്സ് 3-4 മണിക്കൂറോളം എന്തായാലും ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം നമുക്ക് തുറന്ന് വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് അടുപ്പിലോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, സോ ബിരിയാണി സെയിം പോട്ടിൽ തന്നെ നമ്മൾ എല്ലാ മസാലയും പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പോട്ടിൽ തന്നെ നമ്മുടെ റൈസിന് വേണ്ടിയുള്ള വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിക്കൻ അത് അവിടെ ഇരുന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ചത്, കാര്യം എല്ലാം തന്നെ എണ്ണ വീത്തിയിട്ടുണ്ടല്ലോ. സോ അത് അവിടെ ഇരുന്ന് ലൈറ്റായിട്ട് സ്ലോ കുക്കിംഗ് ചെയ്ത് മതി, അത് അവിടെ ഇരുന്ന് വെന്തോളും. ഇനി തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ അരിക്കുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതും തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി ഈ ടൈമിൽ നമുക്ക് അരിയും കൂടെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ കിടക്കുന്നതായിരിക്കും. സോ അരിക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ജാതിക്കയുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ വീത്തിയാണ് ചെയ്യുന്നത്. സോ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡ്രോ ആയിട്ട് വെറും ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ വീത്തി നമുക്ക് മന്തി റൈസ് റെഡിയാക്കാവുന്നതാണ്. ഞാൻ പിന്നെ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് പട്ട, ഗ്രാമ്പു ഒക്കെ ആഡ് ചെയ്തത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. എനിക്ക് ആ ഒരു സ്പൈസസിൻ്റെയൊക്കെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും സ്പൈസസ് ആഡ് ചെയ്യാറുണ്ട്. ഇനി അത് അവിടെ കിടന്ന് ഊറ്റിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. സോ എക്സ്ട്രാ ആയിട്ട് അത് അവിടെ കിടന്ന് ഇതായിക്കോളും. പിന്നെ ഈ ഒരു ടൈമിൽ
നമ്മുടെ ഉണക്ക നാരങ്ങ, നമ്മുടെ ചിക്കനിൽ ഞാൻ ഇട്ടുന്ന ഉണക്ക നാരങ്ങയുടെ അടുത്ത് നമ്മൾ എന്താണ് ഈ വെള്ളത്തിൽ നമ്മുടെ റൈസ് കുക്ക് ചെയ്യുന്ന വെള്ളത്തിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ഫ്ലേവറും കൂടി ചെറുതായിട്ടൊന്ന് കിട്ടുമല്ലോ എന്ന രീതിയിലാണ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് നമ്മുടെ റൈസ് അത് അവിടെ അടച്ചു വെച്ച് കഴിയുമ്പോൾ അത് അവിടെ നിന്ന് സെറ്റാകുന്നതായിരിക്കും. ഈ ടൈം കൊണ്ട് നമുക്ക് മന്തിയിലോട്ട് പോവാം. ദെൻ ഈ മന്തിയിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്തില്ല, അപ്പോൾ കാര്യം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഉപ്പ് രണ്ടാമത് ആഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല, ബിക്കോസ് അതിൽ ഓൾറെഡി ഉപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. നമ്മുടെ റൈസ് കണ്ടോ സെറ്റായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപാട് കുക്കിംഗ് വേണ്ടല്ലോ, ഒരു 18% അല്ലെങ്കിൽ ഒരു 17% മതി. പിന്നെ ബാക്കി നമ്മൾ ദമ്മിടുമ്പോഴത്തേക്ക് അത് സെറ്റാവും. സോ അങ്ങനെ അരിയെ ഞാൻ വേറെ ഒന്നിലോട്ട് ഊറ്റി വെക്കുന്നുണ്ടായിരുന്നു. സോ ചിക്കൻ അവിടെ റെഡി ആവട്ടെ. ഈ ഒരു ടൈം കൊണ്ട് നമുക്കൊരു മന്തി ചട്നിയും കൂടെ റെഡിയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ മന്തി ചട്നിക്ക് വേണ്ടിയുള്ള ഇതൊക്കെ ഒരു സവാള, ടൊമാറ്റോ, കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ പച്ചമുളക്, മല്ലി, പുതിന, ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയിലോ ചോപ്പറിലോ ഇട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം തന്നെ ചോപ്പറിലാണ് ഇപ്പോൾ അടിക്കുന്നത്. സോ ടൊമാറ്റോ, ലെമൺ ജ്യൂസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ ചോപ്പറിൽ നല്ലോണം പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കുക. സോ ആ ടൈമിൽ കൊണ്ട് മന്തി ചട്നി അവിടെ സെറ്റ് ആകുന്നതായിരിക്കും. രണ്ടടിയിൽ സംഭവം മന്തി ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ചോപ്പറിലാണ് എല്ലാം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ മന്തി ചട്നിയും ഈ ഒരു ടൈമിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ മന്തി ചട്നി റെഡിയായി. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഒരു മയണൈസും കൂടെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മന്തി ചട്നി റെഡി. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഓക്കെ, ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു ടൊമാറ്റോയുടെ ഇതൊക്കെ അങ്ങ് ഇറങ്ങിക്കൊള്ളും. ആ ഒരു ജ്യൂസ് അതിലെല്ലാം കൂടെ കിട്ടും. വെള്ളം ചേർക്കുമ്പോൾ വലിയ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഈ ഒരു കട്ടിക്കിരിക്കുന്നതാണ് എനിക്കിഷ്ടം. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഈ ടൈമിൽ ഞാൻ കുറച്ച് ഫുഡ് കളർ കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫുഡ് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് ഇതാക്കുന്നത്. ഫുഡ് കളർ ഓപ്ഷനാണ്. ഫുഡ് കളർ നമ്മുടെ കയ്യിൽ പാക്കറ്റിൽ കിട്ടുന്നതുണ്ടെങ്കിൽ ഒക്കെ അത് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് തട്ടിക്കൂട്ടി ഒരു ഫുഡ് കളർ റെഡിയാക്കാം. ഇനി ഒരു മയണൈസ് റെഡിയാക്കാം. മുട്ടയുടെ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കുറച്ച് 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട്. സോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. സോ ആദ്യം തന്നെ എഗ് വൈറ്റിൻ്റെ പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തു, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു, വെളുത്തുള്ളി ഇട്ടു, ഉപ്പും ഇട്ടു. ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം നമുക്ക് പേസ്റ്റ് പരുവത്തിന് അടിച്ചെടുക്കാം. ചിലവർ ഇതിൽ പഞ്ചസാരയും കൂടി ഇടും കേട്ടോ. സോ അത് ഞാൻ പഞ്ചസാരയൊന്നും ആഡ് ചെയ്തിട്ടില്ല. സോ ആ ഒരു മയണൈസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ നോക്കുകയാണെങ്കിൽ ചിക്കൻ ഓൾറെഡി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാശ്മീരി ചില്ലിയുടെ മുളക് പൊടി ഞാൻ കുറച്ചാണ് ഇട്ടത്, അതുകൊണ്ടാണ് ഈ ഒരു കളറ് അത്രയ്ക്ക് കിട്ടാത്തത്. ഓക്കെ, ഇനി നമുക്ക് ഈ ചിക്കനെ ഓരോന്നിലും മാറ്റി വെക്കാം. ഓക്കെ, ബിക്കോസ് ഈ ലാസ്റ്റ് ആണല്ലോ നമ്മൾ ദമ്മിടുന്നല്ലോ എന്തായാലും. അങ്ങനെ എല്ലാ ചിക്കനും മാറ്റി വെച്ചിട്ടുണ്ട്. സോ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചോറിന് ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ടേസ്റ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ അതിനെ ലാസ്റ്റ് ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ചോറിനെ ഇട്ട് ആ ലാസ്റ്റ് കിടന്നിരുന്ന ആ ഒരു മസാല എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വെക്കുക. പിന്നെ നമുക്കിതിനെ ഓരോ ലെയറായിട്ട് ചിക്കനെ വെച്ച് നിരത്തി ദമ്മിടാണ്. പിന്നെ രണ്ടാമത് വീണ്ടും കുറച്ച് റൈസ് ഇട്ടു. പിന്നെ ആ ഒരു ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഓരോ പീസ് ചിക്കനായിട്ട് നമുക്ക് എടുത്തെടുത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്ത് ദമ്മിടേണ്ടതാണ്. ഓക്കെ, പിന്നെ അങ്ങനെ എല്ലാം കൂടെ വെച്ച് ദമ്മിട്ടു. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഉണക്ക നാരങ്ങ ഞാൻ മുകളിൽ ഒന്ന് സെറ്റ് ചെയ്തതാണ്. ഓക്കെ, മസാല എല്ലാം തന്നെ ഓൾറെഡി ഫുൾ സെറ്റഡ് ആണ്. പിന്നെ ഫുഡ് കളർ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ ഇനിയും ഒരു 10 മിനിറ്റ്സോളം ഇതിരുന്ന് ദമ്മാകണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് ഇറങ്ങുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ലാസ്റ്റ് നമ്മുടെ കുറച്ച് പച്ചമുളക്. ഓക്കെ, പച്ചമുളകിനെ ഇങ്ങനെ കുത്തി വെക്കുക. ആ ഓരോ പച്ചമുളകിനെ നമുക്ക് അതിലോട്ട് ഇതാക്കി വെക്കാവുന്നതാണ്. സോ ബിക്കോസ് ആ പച്ചമുളക് നല്ലോണം ഇതാകുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ഈ ദമ്മ് സെറ്റായി എന്നറിയാൻ തന്നെ പറ്റുന്നത് ഈ പച്ചമുളക് എടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് വെന്ത് ഉടയണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം ഫ്ലേവർ നമ്മുടെ ആ ഒരു മന്തിയിലോട്ട് സെറ്റായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ എല്ലാം ഒന്ന് ദമ്മ് ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമുക്ക് പച്ചമുളകിനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാം അത് ദമ്മായിട്ടുണ്ടോ ഇല്ലയോ എന്ന രീതിയിലൊക്കെ.
സോ ഓൾമോസ്റ്റ് എല്ലാം തന്നെ എൻ്റെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാ മസാലയും റൈസിലും ചിക്കനിലും എല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട്. സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം തന്നെ കുക്ക്ഡാണ്. പിന്നെ കുറച്ച് കാശ്മീർ ചില്ലിയുടെ കുറവുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ചിക്കൻ്റെ കളർ ഇങ്ങനെ ഒരു വൈറ്റ് പോലെ ഇരിക്കുന്നത്. എനിവേ നല്ല ടേസ്റ്റി ആയിരുന്നു. സോ നമ്മുടെ മന്തി ചട്നിയും മയണൈസും എല്ലാം കൂടെ വെച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. സോ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. സോ എല്ലാവരും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റിനെ അറിയിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു അലങ്കാരത്തിന് വേണ്ടി കുറച്ച് വെള്ളരിക്കയും ക്യാരറ്റും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് എൻ്റെ മന്തി. ഓക്കെ, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തി എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ വെച്ചൊരു മന്തിയാണ്. എനിവേ നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.